രാവിലെ തന്നെ കുറച്ച് പുളിയിലയൊക്കെ പറിച്ചിട്ട് എന്തിനാണെന്നല്ലേ, ഒരു അടിപൊളി സാധനം ഉണ്ടാക്കി തരാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് നോക്കാം, വായോ. ആദ്യം തന്നെ നമുക്ക് ഈ പുളിയിലയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഇല ഇങ്ങനെ ഊരിയെടുക്കണം കേട്ടോ. ഓരോന്നും ഇങ്ങനെ എടുക്കണം. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം, വായോ. പുളിയിലയൊക്കെ നമുക്കിതാ ഇങ്ങനെ അടത്തി എടുത്തിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്നല്ലേ, പുളിയില കൊണ്ടേ ഒരു രസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ലീലേച്ചിയുടെ ഒക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പണിക്കൊക്കെ പോകുന്നവരല്ലേ. അപ്പോൾ അവരൊക്കെ ഈ മഴ പിടിക്കുമ്പോഴത്തേനും ഇത് നിർബന്ധമായിട്ട് ഉണ്ടാക്കി കഴിക്കുവേ. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഉണ്ടാക്കി മൺചട്ടിയിലാക്കി വെച്ചിട്ട് പിറ്റേ ദിവസവും കുടിക്കും. അത് അത്രയും ഒരു രസത്തെക്കാട്ടി കൂടുതൽ ശരീരത്തിന് നല്ല ഒരു ആരോഗ്യം കിട്ടുന്ന ഒരു സാധനം കൂടെ കേട്ടോ. അപ്പം ലീലേച്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, പുളിയില രസം. ആദ്യം തന്നെ നമുക്ക് പുളിയിലയൊന്ന് ചതച്ചെടുക്കണേ. ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നതിനറിയോ, നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരങ്ങ് എടുക്കാവേ. ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് അവർ അരിക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ രസമാക്കുമായിരുന്നേ. എന്നിട്ട് ആ ഇല അടക്കം അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്നത്. നമുക്കിപ്പം അത് വേണ്ട, നമുക്ക് നീരെടുക്കാം. ഒരു 3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. നമുക്ക് അതിൻ്റെ നീരെടുത്താൽ മതിയേ. ഇതാ നമ്മുടെ പുളിയില എല്ലാം പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടാമത് ഒന്നും കൂടെ പിഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ നീരെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നീരെടുത്തോളുക, ഇലയും കൂട്ടിക്കൊള്ളുക. ഇനി ഇതാ കുരുമുളക്, കുറച്ച് മല്ലി, ഒരു സ്പൂൺ മുഴുത്ത സ്പൂണിന് 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ മല്ലിയും 1/2 സ്പൂൺ ചെറിയ ജീരകം, 1 കുടം വെളുത്തുള്ളിയെ തൊലി ഇങ്ങനെ ആക്കി എടുത്താൽ കേട്ടോ, മുഴുവൻ കളഞ്ഞില്ല. ഇതെല്ലാം കൂടെ ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തോണ്ട് വരാവേ. ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേ നമ്മൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില. ഇതാ നമ്മൾ ചതച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂക്കണേ. ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പം ഇതാ തക്കാളി ഇട്ട് കൊടുത്തു. ഞാൻ 2 തക്കാളി ഇട്ടേ കേട്ടോ. പുളിയുടെ ആവശ്യമില്ല, പുളിയില ആയതുകൊണ്ട് പുളിയുടെ ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴരണേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണേ. മതി. പിഞ്ച് മുളക് പൊടിയെ അത്ര മതി കേട്ടോ, ഒരുപാട് വേണ്ട. എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് നിന്നപ്പം പുളിയില നീരാണേ, അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ രസം തിളച്ച് വരുന്നുണ്ട് കേട്ടോ, നോക്കിയേ. അതിനകത്തോട്ടെ ഈ സമയത്തെ ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കാം. ഒരു പിഞ്ചല്ല, ഇത്ര കായപ്പൊടി ചേർക്കാവേ. നമ്മുടെ രസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടെ നല്ലപോലെ വെട്ടി അങ്ങ് തിളച്ചോട്ടെ കേട്ടോ. ഈ സമയത്ത് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ രസമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് മൂടി അങ്ങ് വെച്ചേക്കാം കേട്ടോ. നമ്മുടെ രസത്തിൻ്റെ ആ സ്മെല്ല് തന്നെ എന്തൊരു ഇതാണെന്നറിയോ, ഉണ്ടാക്കിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇത് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, നീർക്കെട്ട്, അതുപോലെ
എന്താ പറയുക, ഈ മഴക്കാലത്തൊക്കെ പുറത്തൊക്കെ പണിയെടുക്കുന്നവരും പിന്നെ അകത്തിരിക്കുന്നവർക്കാണെങ്കിലും കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടും വെറുതെ ആണെങ്കിലും കഴിക്കാൻ എന്ന് പറഞ്ഞാൽ രസം ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. കാര്യം വെച്ചാൽ ഇത് പണ്ട് കാലത്തുള്ളവർ ഇത് ഒക്കെയാണ് അവരുടെ മഴക്കാല ആരോഗ്യത്തിന് വേണ്ടി, വേറെ വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. വയറിനും നല്ലതാ, നീരിനും നീർക്കെട്ടിനും ഒക്കെ നല്ലതാ. ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ശരിക്കും ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കണം. ഇന്ന് ഉണ്ടാക്കിയിട്ട് അത് അതേപടി ഇന്നത്തെ കഴിച്ചിട്ട് നാളെയും കൂടെ കൂട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും ടേസ്റ്റും വരുന്നത്. ഒട്ടും കളയരുത് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കണ്ടേ? ശരിക്കും ഞാനൊരു ബൗളിനകത്താക്കി ഒന്ന് കഴിച്ചു നോക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള പഴയ കാലത്തെ റെസിപ്പികൾ ലീലാമ്മയുടെ ഇനിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ ആ ഇല്ലായ്മയുടെ കാലത്ത് ഉണ്ടാക്കി കഴിച്ച് അവരുടെ ആരോഗ്യം സംരക്ഷിച്ച സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നല്ലതാട്ടോ. ആ പുളിയും കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ തന്നെയല്ല, ചൂടാണ്, ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്കിത് കുടിച്ച് കാണിക്കാനും പാട്. അപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെയല്ല, വെറുതെ ആണെങ്കിലും ഒരു രസമൊക്കെ കുടിക്കുന്നത് നല്ലതല്ലേ. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അറിയാം, ആ കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടെ സൂപ്പർ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ബൈ.